പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കേൾക്കാനായി നമുക്ക് നമ്മുടെ കൊച്ചു ഹൃദയങ്ങളെ ഒരുക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഇരുളടഞ്ഞ എൻ്റെ എല്ലാ മേഖലകളിലും പ്രകാശം പരക്കുവാൻ ഇടവരുത്തണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആമേൻ. ഏശയ്യായുടെ പ്രവചന ഗ്രന്ഥം 63-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു, എന്നിട്ടും അവർ എതിർത്തു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ഒരിക്കൽ കൂടെ വചനം കേൾക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു, എന്നിട്ടും അവർ എതിർത്തു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഭരണത്തിന് നമ്മളെ വിട്ടുകൊടുക്കാതെ പാപത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി ദുഃഖിക്കുന്നത്. ഏശയ്യായുടെ ഈ പ്രവചന ഗ്രന്ഥം 63-ാം അധ്യായത്തിലെ ഈ വാക്കുകൾ, ഈ വചനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവരെ വഹിച്ചു, എന്നിട്ടും അവർ പരിശുദ്ധാത്മാവിനെ എതിർത്തു, അവിടുത്തെ ദുഃഖിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ എതിർക്കുക, ദൈവിക നിയമങ്ങളെ എതിർക്കുക, ദൈവിക പ്രബോധനങ്ങളെ എതിർക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഒരുപാട് അവിടുത്തെ പൊൻചിറകിൻ്റെ കീഴിൽ നമ്മളെ വഹിച്ചിട്ട്, നമ്മളെ കൊണ്ടു നടന്നിട്ട്, പരിപാലിച്ചിട്ട് അവിടുന്ന് വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. ആട്ടിടയനായ ദാവീദിനെ ദൈവമായ കർത്താവ് ഒരു രാജ്യം മുഴുവൻ ഭരിക്കാൻ വേണ്ടി, തൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്തത്, ആ തിരഞ്ഞെടുപ്പിന് വേണ്ടുന്ന എല്ലാ കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും ദാവീദിൽ ദൈവം വർഷിച്ചു. ഈ ദാവീദ് കല്ലും കവണയും കൊണ്ട് ഗോലിയാത്തിനെ തകർത്ത് ജയം നേടി വരുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത്രയും അഭിഷേകം ദാവീദിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ചിരുന്നു. പിന്നീട് ഈ ദാവീദിൻ്റെ വളർച്ചയിൽ നമ്മൾ വളരെ സങ്കടകരമായ ഒരു നേർക്കാഴ്ച ഉണ്ട്. എന്താണെന്നറിയുമോ? ബേർഷബയുമായിട്ട് ദാവീദ് പാപം ചെയ്യുകയാണ്. പാപം ചെയ്തു എന്ന് മാത്രമല്ല, ഊറിയായെ വധിക്കാനായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പരിശുദ്ധാത്മാവിനെ വിഷമിപ്പിച്ച പാവങ്ങളെല്ലാം ദാവീദ് ചെയ്തുവെങ്കിലും ദാവീദ് വീണ്ടും അനുതപിക്കുന്നത്, പശ്ചാത്തപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് നമ്മൾ യാത്രയാകുമ്പോൾ 51-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം വീണ്ടും എനിക്ക് നൽകണമേ, ഒരുക്കമുള്ള ഹൃദയം തന്ന് എന്നെ താങ്ങണമേ എന്നൊക്കെ പറഞ്ഞ് ദാവീദ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ പാപം ചെയ്യുന്നതിന് മുൻപ് ദാവീദിന് രക്ഷയുടെ ആനന്ദമുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പ്. പാപത്തിലേക്ക്, തിന്മയിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ, ദൈവം തരുന്ന വരപ്രസാദത്തെ നമ്മൾ നഷ്ടമാക്കി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദുഃഖിക്കുകയാണ്. ആ ദുഃഖം ഒരു മനുഷ്യനും താങ്ങാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവന് നഷ്ടപ്പെടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സംഭവിക്കാൻ പറ്റുന്നതിലേക്കും വെച്ച് ഏറ്റവും വലിയ ദുഃഖമാണ് പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോവുക എന്ന് പറയുന്നത്. ദാവീദ് അതെണ്ണി പറഞ്ഞാണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, അങ്ങയുടെ സന്തോഷം വീണ്ടും എനിക്ക് തരണമേ. ഈ പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ അരൂപിയോട് ചേർന്ന് പ്രവർത്തിച്ച കാലങ്ങളിൽ അവൻ ആനന്ദമുള്ളവനായിരുന്നു, സന്തോഷമുള്ളവനായിരുന്നു, സൗഭാഗ്യമുള്ളവനായിരുന്നു.
പക്ഷേ പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ദാവീദിലുണ്ടായിരുന്ന മുഴുവൻ ദൈവകൃപകളും ചോർന്നുപോയി എന്ന് നമ്മൾ കാണുകയാണ്. ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ പഴയ നിയമത്തിലേക്ക് യാത്രയാകുമ്പോൾ സാംസൺ എന്ന് പറയുന്ന ന്യായാധിപനെ നമ്മൾ കാണുന്നുണ്ട്. സാംസനും ഇതുപോലെ ദൈവത്തിന് വലിയ തെരഞ്ഞെടുപ്പ് കിട്ടിയ ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്നു സാംസൺ. പരിശുദ്ധാത്മാവ് ശക്തമായ കൃപകളും കഴിവുകളും അഭിഷേകവും കൊണ്ട് നിറച്ചവൻ. ഈ സാംസനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അരുതുകൾ നമ്മൾ എപ്പോൾ ആകാമെന്ന് പറഞ്ഞ് ചെയ്യുന്നുവോ ആ നിമിഷങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാംസനും ദലീലി എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ടുള്ള ആ സ്നേഹജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി. അതിനെക്കുറിച്ച് വചനം പറഞ്ഞ പ്രകാരമാണ്, പരിശുദ്ധാത്മാവ് സാംസനെ വിട്ടുപോയത് സാംസൺ അറിഞ്ഞുപോലുമില്ല എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത് ആ പാപത്തിൻ്റെ സുഖത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദിനരാത്രങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആത്മാവ് എന്നിൽ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം തിരിച്ചറിവ് പോലും എനിക്കില്ലാതെ പോകുന്നു. ആത്മാവ് നഷ്ടപ്പെടുന്നു. അത് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. സാംസൺ അറിഞ്ഞില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിൽ നിന്ന് ഇറങ്ങിപ്പോയത്, നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ അവിടുന്ന് കരങ്ങളിൽ വഹിച്ചു, എന്നിട്ടും നിങ്ങൾ പിറുപിറുത്തു, പരിശുദ്ധാത്മാവിനെതിരെ പിറുപിറുത്തു. വീണ്ടും ആ ആത്മാവിനെ നമ്മൾ ഇത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഉള്ള കാര്യം പൗലോസ് ശ്ലീഹ എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങളിലേക്ക് കടന്നിടുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. യെശയ്യാ പറഞ്ഞു വെച്ച അതേ കാര്യം തന്നെ പൗലോസ് ശ്ലീഹ പറയുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത് എന്ന് അർത്ഥം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ, നവമാലിക വായിച്ച് വരുമ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. കൊച്ചുത്രേസ്യ പറയുകയാണ്, ദൈവം എനിക്ക് തന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഈ കൃപാവരം പാപം ചെയ്ത് നഷ്ടപ്പെടുത്താതിരിക്കാനായി ഞാൻ ഏറെ പരിശ്രമിച്ചു. പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഒരു പരിശ്രമം ആവശ്യമാണ്. വിശുദ്ധരെല്ലാം ആ ഒരു വലിയ പരിശ്രമം നടത്തിയവരാണ്. നമ്മളും ഇത്തരത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാക്കൾ ശോഭയുള്ളതായി ദൈവത്തിനെ വാഴ്ത്തുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ ഫൗസ്റ്റീന ഒരു ദിവസം അവളുടെ ഭക്ഷണശാലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഊട്ടുമുറിയുടെ ആ കവാടത്തിൽ വാതിലിൽ അവിടെയായിട്ട് ഈശോ വന്ന് നിൽക്കുന്നത് ഫൗസ്റ്റീന കണ്ടു. ഈശോ ഫൗസ്റ്റീനോട് പറയുകയാണ്, നീ ഇന്ന് എന്നെ ദുഃഖിപ്പിച്ചു, എന്നെ സങ്കടപ്പെടുത്തി. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വാക്കുകൾ നിൻ്റെ അധരത്തിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു ചെറിയ കാര്യമാണത്. ഫൗസ്റ്റീനോട് ഈശോ പറയുകയാണ്, നീ എന്നെ ദുഃഖിപ്പിച്ചു, നിൻ്റെ അധരത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വാക്കുകളിൽ നിന്ന് പുറത്തേക്ക് വന്നു. നമ്മളുടെ ഓരോ വാക്കുകളും, വാക്കുകൾക്ക് സമാനമായ ഓരോ പ്രവൃത്തികളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾക്ക് ആത്മജീവിതം വളരെ നല്ല രീതിയിൽ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അത് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകും. പക്ഷേ ഞാനൊരു പ്രവൃത്തി ചെയ്തത് ദൈവത്തിനെതിരെയാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ആത്മാവിൽ എനിക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുതപിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാനായിട്ടുള്ള ഒരു വഴി. ദൈവം നമുക്ക് കൂട്ടിന് വേണ്ടി തന്നേക്കുന്ന ഒരു കൂട്ടുകാരനാണ് പരിശുദ്ധാത്മാവ്. എപ്പോഴും നമ്മുടെ കൂടെ വസിക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. ചെറിയ ചെറിയ ആന്തരിക പ്രചോദനങ്ങൾ നമുക്ക് തരും. നന്മ ചെയ്യാനുള്ള ആ വലിയൊരു അഭിഷേകം നമുക്ക് പരിശുദ്ധാത്മാവ് തരും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഒക്കെ ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ പിന്നെ പള്ളിയിൽ പോയിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കരമായ വിഷമമാണ്. ഉടനെ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോയി ആരോട് വഴക്ക് കൂടിയോ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് സോറി പറഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലൊരു ഫ്രീഡം ഉണ്ടാവുക, സ്വാതന്ത്ര്യം അനുഭവപ്പെടുക. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ഹൃദയത്തിൽ ആത്മാവിന് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവ് നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വിട്ടുപോകാത്തവരായി ജീവിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം വളരെ നമ്മുടെ ഭാഗത്ത് നിന്ന് അത്യന്താപേക്ഷിതമാണ്. എന്തെല്ലാം ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോവുക? എഫെസൂസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനം അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വചനപ്രകാരമാണ്: സകല വിദ്വേഷവും ശോഭവും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. ശോഭവും കോപവും വാശിയും പ്രതികാരചിന്തയും ക്ഷമയില്ലാത്ത അവസ്ഥയും ഒക്കെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് വിട പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുവെന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ആ കുടുംബങ്ങൾ പറഞ്ഞൊരു കാര്യം മനസ്സിലുണ്ട്. അവർക്ക് അവരുടെ സ്ഥലത്തിൻ്റെ അതിരോട് ചേർന്നാണ് കിണറുള്ളത്. കുറച്ച് ഇപ്പം വെള്ളത്തിനൊരല്പം ബുദ്ധിമുട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇവരുടെ കിണറ്റിൽ ചെറിയ രീതിയിലുള്ള ഉറവയാണുള്ളത്. ഇവർ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് പോയി വെള്ളം കോരി വെക്കും. പിന്നെ അടുത്തുള്ളവരൊക്കെ വന്ന് ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഒരു ദിവസം ഒരു 4 മണിയാക്കി എഴുന്നേറ്റ് വെള്ളം എടുക്കാൻ ചെന്നപ്പോൾ ഒരല്പം പോലും വെള്ളം കിണറ്റിലില്ലാത്ത ഒരവസ്ഥയാണ്. ഉടനെ ഇവർ രണ്ടുപേരും കൂടെയാണ് വെള്ളം എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ ഭർത്താവ് ജീവിത പങ്കാളിയോട് പറഞ്ഞു, നമുക്കിവിടെ ഇരുന്ന് ഒരു കൊന്തയിൽ കഴിയുമ്പോഴേക്കും കിണറ്റിൽ വരുന്ന വെള്ളം നമുക്ക് കോരിയെടുക്കാമല്ലോ. അപ്പോൾ ഇനി അടുത്ത വെള്ളം ഇങ്ങനെ ഉറവയിൽ നിന്ന് വരാൻ സമയം പിടിക്കും. അപ്പോൾ അവരവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഇവർ ഷെയർ ചെയ്ത കാര്യമാണ്. അങ്ങനെ ഒരു ജപമാല തീർന്നു. കിണറ്റിൽ നോക്കിയും വെള്ളം ആയി വരുന്നേ ഉള്ളൂ. വീണ്ടും ഒരടുത്ത ജപമാലയും കൂടെ ചൊല്ലി. അങ്ങനെ 4:45 വരെ അവർ ആ കിണറ്റും കരയിലിരുന്ന് ജപമാല ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയാണ്. ആ ജപമാല പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞ് അവർ കിണറ്റിൽ നോക്കിയപ്പോൾ തൊട്ടി ഇറക്കിയപ്പോൾ അവർ കൊണ്ടുപോയ പാത്രം നിറയെ ജലം അവർക്ക് കൊടുത്തു. എന്നിട്ട് ഈ കുടുംബം പറയുകയാണ്, ആദ്യം ഞങ്ങൾക്ക് ചെന്ന് കിണറ്റിൽ നോക്കിയപ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥ കണ്ടപ്പോൾ മനസ്സിൽ സങ്കടം തോന്നി. ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നവരെയൊക്കെ ഞങ്ങൾ അതും ഇതുമൊക്കെ പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നല്ലൊരു പ്രേരണ തന്നു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായി. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രേരണയോട് സഹകരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയും നടന്നു. ആവശ്യത്തിനുള്ള വെള്ളവും പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിനെതിരെ നമ്മൾ പിറുപിറുക്കാതിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നല്ല രീതിയിൽ നയിക്കുന്ന അനുഭവം ഉണ്ടാകും. ചിലപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങളാകാം. അങ്ങനെ ആയിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഒരു തീരുമാനമെടുക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് ഏതാണ് ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ തീരുമാനം അതെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുമ്പോഴും ഈ അരൂപിയോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു അഭിഷേകമാണ്, അനുഗ്രഹമാണ് നമ്മൾക്ക് കിട്ടുക. അവിടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: മർക്കട മുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതിലും അപരിച്ഛേദരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. എന്ന് വച്ചാൽ നമ്മളിൽ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കുന്നില്ല. വചനം കേൾക്കുക: മർക്കട മുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതിലും പ്രവൃത്തിയിലൊക്കെ അപരിച്ഛേദരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനെതിരെ മല്ലടിക്കുന്നു. പരിശുദ്ധാത്മാവിനെതിരെ മല്ലടിക്കുന്ന ഒരാത്മാവിൽ പ്രവർത്തിക്കാൻ പരിശുദ്ധാരൂപിക്ക് സാധിക്കില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വാസികളുടെ സമൂഹത്തെ മുഴുവനും ഏകോപിപ്പിച്ച് അവരുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവിടെയും ഈ പിറുവിറുപ്പാണെങ്കിൽ, മർക്കടമുഷ്ടിയാണെങ്കിൽ, അല്ല നീയാണോ ഞാനാണോ വലുതെന്നൊരു ഭാവമാണ് ഉള്ളതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവ് അത്യുന്നത സന്നിധിയിലേക്ക് എത്തിക്കുപോലുമില്ല എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 11 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുമ്പോൾ ഹെസക്കിയ രോഗബാധിതനായി കിടക്കുകയാണ്.
അപ്പോൾ യെശയ്യായ്ക്ക് കിട്ടുകയാണ് അവൻ മരിക്കും എന്നുള്ള കാര്യം. അത് ഉടനെ തന്നെ ഹെസക്കിയായോട് പറഞ്ഞു, നീ രോഗം വന്ന് നീ മരിക്കും. ഈ അറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ ഹെസക്കിയ ദീർഘമായി അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനോട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരുവചന ഭാഗത്തിൽ കാണുകയാണ്, വീണ്ടും 15 വർഷക്കാലം കൂടെ ഇദ്ദേഹത്തിന് ദൈവം നീട്ടിക്കൊടുത്തു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആത്മാവിനോട് സഹകരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിന് നല്ല ശ്രദ്ധയുണ്ട്. അവരുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും അവരെ നയിച്ചു കൊണ്ടുമിരിക്കും. അത് ചിലപ്പം കഷ്ടതയാണേലും നന്മയാണേലും അവർക്ക് സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സ് ദൈവം കൊടുക്കും. ഈ കഴിഞ്ഞ ദിവസം കൊളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ പങ്കുവച്ചൊരു കാര്യം, അദ്ദേഹം 30 വർഷക്കാലമായി മദ്യപാനം തുടങ്ങിയിട്ട്. ഈ മദ്യപാനത്തിൻ്റെ ഇടയിലും ഇദ്ദേഹത്തിന് നല്ലൊരു ജോലിയുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മദ്യപാനം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു പാപശീലത്തിന് ഇയാൾ അടിമയാണ്. അങ്ങനെ മദ്യമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാറ് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി. വൈദ്യശാസ്ത്രം പറഞ്ഞു രക്ഷപ്പെടുക എന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇദ്ദേഹം ആശുപത്രിയിൽ നിന്ന് 6 മാസം ആശുപത്രിയിൽ കിടന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അപ്പോൾ ഒരുപാട് പേര് ഇദ്ദേഹത്തെ കാണാനായിട്ട് വീട്ടിലെത്തി. കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരുപാട് പേര്. അപ്പോൾ ഒരുപാട് പേര് ഇദ്ദേഹത്തോട് സംസാരത്തിനിടയിൽ ഈ ചേട്ടൻ പറഞ്ഞിങ്ങനെയാണ്, അനേകർ എന്നോട് പറഞ്ഞു, എവിടെയെങ്കിലും പോയി ഒരു ധ്യാനം കൂട്, ഒന്ന് പ്രാർത്ഥിക്ക്, ഒന്ന് പശ്ചാത്തപിക്ക്, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവം ഒരുക്കിയ നല്ലൊരു അവസരമാണിത്. അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരുടെ നിർബന്ധത്തിൽ പ്രകാരം ഒരു ദിവസം ഇദ്ദേഹം ധ്യാനിക്കാനായിട്ട് പോയി. അവിടെ വചനകൂടാരത്തിൽ ചെന്നിരുന്ന് കർത്താവിൻ്റെ വചനം കേട്ട് 3-ാമത്തെ ദിവസം ഇദ്ദേഹം 32 വർഷമായി കുമ്പസാരിച്ചിട്ട് 32 വർഷമായിട്ടുള്ള മനസ്സിൻ്റെ പാപത്തിൻ്റെ ഭാരങ്ങൾ മുഴുവനും ഇദ്ദേഹത്തിന് മനസ്സിലായി. ഞാൻ ദൈവത്തെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ നീണ്ട 32 വർഷക്കാലമായിട്ട്. അദ്ദേഹത്തിന് വചനം കേട്ടപ്പോൾ അനുതാപം ഉണ്ടായി, പശ്ചാത്താപം ഉണ്ടായി. ഈ സഹോദരൻ പറഞ്ഞു, 2.5 മണിക്കൂർ എടുത്ത് ദീർഘസമയം എൻ്റെ ചെറിയ പാപങ്ങൾ പോലും അനുതാപത്തോടെ ഞാൻ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു വന്നിട്ട്, അന്ന് മുതൽ ആ ധ്യാന കേന്ദ്രത്തിൽ നിറങ്ങിയ അന്ന് മുതൽ ഇന്നുവരെ ഞാൻ കർത്താവിന് സാക്ഷിയാണ്. ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ അദ്ദേഹം നല്ല മിടുക്കനാണ്. അദ്ദേഹം ആ ജീവിതാനുഭവങ്ങളെല്ലാം പങ്കുവച്ചിട്ട് പറഞ്ഞു, 30 വർഷക്കാലം മദ്യക്കുപ്പി മാത്രം പിടിച്ചിരുന്ന എൻ്റെ ഈ കൈകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ വചനം ഞാൻ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. 32 വർഷക്കാലം മദ്യപാനിയായിരുന്ന ഞാൻ ഇന്ന് കർത്താവിൻ്റെ വചനം എൻ്റെ കരങ്ങളിൽ എടുത്തിരിക്കുന്നു. എൻ്റെ അധരത്തിൽ കർത്താവിൻ്റെ വചനം നിറഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കേട്ടിരുന്ന സകലരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇങ്ങനെ അനേക ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്നും ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. ഈ ദുഃഖിപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ സ്വാതന്ത്ര്യത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നയിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അനേക ഹൃദയങ്ങളിൽ അനേക ജീവിതങ്ങളിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്ന ഈ ആന്തരിക പ്രചോദനങ്ങൾ സ്വീകരിക്കാനായി റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. നമ്മളൊരു മാറ്റത്തിന് വിധേയരായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പാപം മാത്രം ഉപേക്ഷിച്ചാൽ പോരാ, പാപത്തിൻ്റെ സാഹചര്യങ്ങളും സ്വാധീനങ്ങളും കൂടെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. അങ്ങനെയാണെങ്കിലേ ദൈവത്തിൻ്റെ അരൂപി നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. മയക്കുമരുന്നിന് അടിമയായ ഒരു യുവസഹോദരൻ, ആ യുവസഹോദരന് ഈ മയക്കുമരുന്ന് എടുത്തില്ലെങ്കിൽ ഉറക്കമില്ലാത്ത ഒരു അവസ്ഥാവിശേഷമാണ്. ഈ അവസ്ഥയിലാണ് അദ്ദേഹം ധ്യാനിക്കാൻ വരുന്നത്.
കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ ആ ജീവിതത്തെ മുഴുവനും തുറന്നിട്ടു. തലയ്ക്ക് ഭയങ്കരമായ ഖനം, മനസ്സിൽ അതിനേക്കാളും വലിയ ഭാരം, വീട്ടുകാർ ഇതേക്കുറിച്ചുള്ള ദുഃഖത്തിൻ്റെ സങ്കടവശം വേറൊരു രീതിയിൽ, വിദ്യാഭ്യാസം അടഞ്ഞുപോയതിൻ്റെ സങ്കടം, എല്ലാം കൊണ്ടും നിരാശനായിട്ട് വന്ന ആ യുവ സഹോദരൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ആ ജീവിതത്തെ എടുത്ത് അഭിഷേകം ചെയ്തു. ക്ഷമിക്കാനുള്ള കൃപാവരം കൊടുത്തു, വിശ്വാസത്തിൽ നിറച്ചു, സ്നേഹവരത്തിൽ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. കയ്പ് പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് ശക്തമായ രീതിയിൽ അദ്ദേഹത്തിൽ ഇറങ്ങി വന്നു. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാരൂപി കൊടുത്ത ഭാഷണവരത്തിലിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ പശ്ചാത്താപത്തോടെ തിരിച്ചു വന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. ആത്മാവിൻ്റെ ആ പ്രേരണയനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപാവരവും അഭിഷേകവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിക്ഷേപിക്കും. ഈ പരിശുദ്ധാരൂപിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ട കരുത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടതും. ഞാൻ ഓർക്കുന്നുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ, അവനൊരു കുഞ്ഞു പക്ഷിക്കുഞ്ഞിനെ അവിടെ ഈ മരത്തിന് ചുവട്ടിൽ കിടന്ന് കിട്ടി. ഈ പക്ഷിക്കുഞ്ഞിനെ കൊണ്ടെല്ലാം ഞങ്ങളുടെ അടുത്തോട് വന്നിട്ട് ചോദിച്ചു, ഇതിന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ക്ലാസ് പീരീഡ് സമയമായി ഞങ്ങൾക്ക് കണക്ക് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറിൻ്റെ അടുത്ത് ഈ പക്ഷിക്കുഞ്ഞിനെയും കൊണ്ട് ഇവൻ ചെന്നിട്ട് ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പക്ഷിക്കുഞ്ഞിന് ജീവനുണ്ടോ ഇല്ലയോ? അപ്പോൾ ഇവൻ്റെ മനസ്സിൻ്റെ പ്ലാന്, ഇതിന് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ഇവനതിനെ കൊല്ലും, ഒറ്റ ഞെക്ക് കൊടുത്താൽ ചാകാനുള്ളത്, ചെറിയ പക്ഷിക്കുഞ്ഞിയാണ്. ജീവനില്ലെന്ന് പറഞ്ഞാൽ ഇവനതിനെ കൊല്ലുകയില്ല. അങ്ങനെയാണ് ഇവൻ്റെ മനസ്സിന് തീരുമാനം. അതാണ്. ഞങ്ങളോട് അങ്ങനെ പറയുകയും ചെയ്തു. ടീച്ചറിനെ കൊണ്ട് കാണിച്ചു. ടീച്ചറിന് ഈ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് പിടികിട്ടി. ടീച്ചർ ഇവനോട് പറഞ്ഞു, ഈ പക്ഷി ജീവൻ പ്രാപിക്കണോ അതിനെ കൊന്നു കളയണോ എന്നുള്ള തീരുമാനം നിൻ്റെ കയ്യിലായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവനാകെ സന്നിഗ്ധാവസ്ഥയിലായി. അവൻ കൈമലത്തി കാണിച്ചു, അവന് ജീവനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കണോ, അതിനോട് മർക്കടമുഷ്ടി പിടിച്ച് ദുഃഖിപ്പിച്ച് ജീവിക്കണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, അങ്ങേ വേദനിപ്പിക്കാൻ ഇടവരല്ലേ, അങ്ങേ അനുസരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, അങ്ങേ ബഹുമാനിക്കുവാൻ, അങ്ങേ ആദരിക്കുവാൻ, അങ്ങ് തരുന്ന ആ മനസാക്ഷിയുടെ മൃദുല ശബ്ദത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ എൻ്റെ ചിന്തയും എൻ്റെ ജീവിതത്തെയും അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് നിറഞ്ഞ മനുഷ്യരെ നമുക്ക് കാണുമ്പോൾ, പരിശുദ്ധാരൂപിയോട് ചേർന്ന് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവരുടെ കൂടെ ജീവിക്കാൻ നമുക്ക് എളുപ്പമാണ്. അവരോട് വരുന്ന സമാധാനവും സന്തോഷമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ അലയടിക്കും. ആത്മാവ് നിറഞ്ഞ വ്യക്തികളായി നമുക്ക് നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കാം, ജോലി സ്ഥലത്ത് വ്യാപരിക്കാം, നമ്മുടെ ഉത്തരവാദിത്ത നിമിഷങ്ങളിൽ നമുക്ക് വ്യാപരിക്കാം. ഒരു നിമിഷം പോലും ആത്മാവിനെ വിട്ടുപിരിയാതിരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവിടുന്ന് ഞങ്ങളെ കരങ്ങളിൽ വഹിച്ചിട്ടും ഞങ്ങൾ അങ്ങയെ ദുഃഖിപ്പിച്ചു. അങ്ങയ്ക്കെതിരെ ഞങ്ങൾ പിറുവിറുത്തവരാണ്. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, എന്നാൽ ഞങ്ങൾ ഈ നിമിഷം അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അങ്ങയെ നഷ്ടപ്പെടുത്തി അങ്ങയെ മറന്ന് ജീവിക്കുന്ന അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാരൂപിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമേ. ആമേൻ.